ഹായ്, ഹലോ. അപ്പോൾ നെസ്റ്റ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വ്ളോഗിങ് ചാനലിൽ നമ്മളൊരു അൺബോക്സിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് ദിവസം യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂ ഇടായിരുന്നു. പ്രൊഡക്റ്റ് വേറെ ഒന്നുമല്ല, ഇത് തന്നെയാണ് റിയൽമിയുടെ ബഡ്സ് എയർ 3S. ഓക്കെ, അപ്പോൾ അതിൽ നമ്മളന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞില്ല, ജസ്റ്റ് എടുത്ത് യൂസ് ചെയ്ത് കണക്ട് ചെയ്യുന്ന കാണിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഇംപ്രഷനും കണക്ടിവിറ്റി മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ഇതുവരെ ഇപ്പോൾ എത്രയായി? മൂന്നാഴ്ച ആയോ? ഓക്കെ, ഓൾമോസ്റ്റ് 3 weeks. അപ്പോൾ അതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ ടെക്കും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, അതൊന്നും ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതിനാൽ ജസ്റ്റ് പറഞ്ഞുതരാം. ഉള്ളത് ഒന്ന് സിലിക്കോൺ വിങ്സ് ഉണ്ട്. അത് അങ്ങനെ ഓരോ പോയിൻ്റ് തന്നെ പറഞ്ഞു പോകാം. അത് ആക്ച്വലി ഇല്ലാതെ തന്നെ ചെവിയിൽ നല്ല ഫിറ്റായിട്ടിരിക്കുന്നുണ്ട്. അത് ചില സമയത്ത് നമുക്കിപ്പോൾ കുറേ നേരം യൂസ് ചെയ്യുമ്പോഴത്തേക്കും ചെറിയൊരു പെയിൻ വരുന്നുണ്ട് ചെവിക്ക്. അത് വേണമെങ്കിൽ റിമൂവ് ചെയ്താലും ഒരു പ്രശ്നമില്ല, അല്ലാതെ തന്നെ ചെവി തന്നെ ഇരിക്കും. പക്ഷേ റിമൂവ് ചെയ്ത് മാറ്റിയാൽ അത് ലോക്കായിട്ടിരിക്കാനായിട്ടൊരു പ്ലാസ്റ്റിക് കണക്കത്തൊരു ലോക്കുണ്ട് എൻ്റെ മണ്ടുകൾ. അപ്പോൾ അത് വിസിബിൾ ആയിരിക്കും. അത് മാത്രമുള്ള ഒരു പ്രശ്നം. റിമൂവ് ചെയ്ത് മാറ്റിയാലും ഒരു പ്രശ്നമില്ല, അത് നല്ല സെറ്റായിരിക്കും. പിന്നെ 10 മിനിറ്റ് ചാർജിൽ 5 hours പ്ലേ ബാക്ക് എന്നാണ് പറയുന്നത്. എക്സാക്ട്ലി അത് ആൾമോസ്റ്റ് കിട്ടുന്നുണ്ട് ആക്ച്വലി. 10 മിനിറ്റ് 5 hours അല്ല, 10 മിനിറ്റ് ചാർജിൽ 5 hours പക്ക കിട്ടുന്നുണ്ട്. പിന്നെ ടോട്ടൽ 30 hours പ്ലേ ബാക്കാണ് പറയുന്നത്. അതും ആൾമോസ്റ്റ് കിട്ടുന്നു. 30 ഇല്ലെങ്കിലും ഒരു ഓൾമോസ്റ്റ് 28 to 30 കിട്ടുന്നുണ്ട് എന്തായാലും. പിന്നെ വരുന്ന അവർ പറഞ്ഞതെന്ന് വെച്ചാൽ 11mm ലിക്വിഡ് സിലിക്കോൺ ട്രിപ്പിൾ ടൈറ്റാനിയം ബാസ് ഡ്രൈവർ എന്നാണ് പറയുന്നത്. അത് മാറ്റിക്കട്ടെ. പിന്നെ 4 AI നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. ഈ AI നോയ്സ് ക്യാൻസലേഷൻ ചെറിയൊരു ബഗ്ഗുണ്ട് ആക്ച്വലി. അത് ചില സമയത്ത് ഓട്ടോമാറ്റിക്കായി ഡീആക്ടിവേറ്റ് ആയി പോകും. ആ ഡീആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മളാ സൗണ്ട് ഒഴിച്ച് ബാക്കി നോയ്സ് കംപ്ലീറ്റ് കേൾക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നമായിട്ട് പറയുന്നത്. പിന്നെ കസ്റ്റമൈസ്ഡ് EQ ട്യൂണിങ്, അതൊരു വലിയ ഫീച്ചറാണ്. കാരണം അതും നമ്മളൊരു ഡ്രൈവറിൻ്റെ കാര്യങ്ങൾ ഒത്തു പറയാം. ഇവർ മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ നല്ല ഡ്രൈവറല്ല, ഡ്രൈവർ ഒരു പോരായ്മയായിരുന്നു. ക്വാളിറ്റി ഒരു കുറച്ച് അത്ര പോരാ എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടായിരുന്നു റിയൽമിയുടെ തൊട്ട് മുമ്പത്തുള്ള വെർഷൻസിലൊക്കെ. നമ്മൾ അനിയൻ്റെ പറഞ്ഞ ഒരു പോയിന്റ്, പക്ഷേ അതിലും നോക്കിയിട്ടുണ്ട്, എക്സ്പീരിയൻസ് ഉള്ളതാണ്. അതിൽ ഡ്രൈവർ അത്രയും പവർഫുൾ അല്ല, ഒരിതില്ല. പക്ഷേ ഇതിൽ അവർ നല്ല കിട്ടലൻ ഡ്രൈവർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ ഇവർ ഈ ഡ്രൈവർ ട്യൂൺ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പം എടുത്തു വെച്ച് കേൾക്കുന്ന ആൾക്ക് ഇത്രയും നല്ല ഡ്രൈവർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എഫക്റ്റ് ഇല്ലല്ലോ എന്നൊരു തോന്നലുണ്ടാവും. അപ്പോൾ അത് പരിഹരിക്കാൻ ഈ കസ്റ്റമൈസ്ഡ് EQ ട്യൂണിങ് ഒരു നല്ല കാര്യമാണ്. പക്ഷേ അത് അറിയാവുന്ന കുറച്ചെങ്കിലും, അത് നമ്മൾ നോർമലി ആരും ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ നിൽക്കത്തില്ല. പക്ഷേ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്താലേ നമുക്ക് ആ ഒരു ഇത്രയും കിട്ടുന്ന, അതായത് ഈ ഒരു എമൗണ്ട് കിട്ടുന്ന ഡ്രൈവറിൻ്റെ ഒരു ഫങ്ഷൻസ് അത്രയും ഫുൾ കിട്ടണമെങ്കിൽ ആ കസ്റ്റമൈസ്ഡ് EQ യൂസ് ചെയ്തേ കാര്യമുള്ളൂ. പിന്നെ ഈ കസ്റ്റമൈസ്ഡ് EQ എന്നുള്ളത് ഇതിൻ്റെ ഹയർ വെർഷൻ അനിയൻ വാങ്ങിച്ചത് 3000 രൂപ എങ്ങോട്ടായിരുന്നു ഒന്ന്. അതിന് പോലും ഈ കസ്റ്റമൈസ്ഡ് EQ ഓപ്ഷൻ ഇല്ല. അതിൽ കുറച്ച് അവർ പ്രീസെറ്റ്സ് കൊടുത്തിട്ടുണ്ടെന്നല്ലാതെ കസ്റ്റമൈസ്ഡ് EQ ഇല്ല. ഓക്കെ, പിന്നെ ഇതിൽ ഇതാണ് ഇത്രയും പ്രധാനമായിട്ട് വരുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ലുക്കും കാര്യങ്ങളുമാണ്. ലുക്ക് വൈസ് നല്ലൊരു ലുക്കാണ്. വൈറ്റ്, അതിലൊരു സിൽവർ ടച്ച് കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു ലുക്കാണ് കാര്യം. പിന്നെ ഇവിടെ ഡെയർ ടു ലീപ്പ് എന്നും പറഞ്ഞൊരു മുതക്ക് കണ്ടാൻ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് ബ്രാൻഡിങ് കണക്ക് റിയൽമിയുടെ ബ്രാൻഡിങ് ചെറുതായി, അത് ചെറുതാണ്. പക്ഷേ ഈ ഡെയർ ടു ലീപ്പ് എന്നും പറഞ്ഞൊരു കുഴപ്പമില്ല, കാണാൻ ഒരു ഫീലാണ്. അതിൻ്റെ ആവശ്യം ഉണ്ടോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയത്തില്ല. പിന്നെ ട്രാൻസ്പെറൻറ്റ് കവറാണ് വരുന്നത്. അത് കാരണം നല്ല രീതിയിൽ സ്ക്രാച്ച് വീഴുന്നുണ്ട്. ഇപ്പോൾ തന്നെ നല്ല നമ്മൾ വേറെ ഒന്നും വയ്ക്കാറില്ല. നമുക്കൊരു ബാഗുണ്ട്, അതിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്, അതിൽ തന്നെയാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പോലും നല്ല രീതിയിൽ കാണിച്ചു വിട്ടാൽ നമ്മൾ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടുപേരെയും യൂസർ എക്സ്പീരിയൻസ് ആണ്. എനിക്ക് പിന്നെ ഇതിൽ വരുന്നത് ഫീച്ചേഴ്സ് ഇല്ലാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മാർട്ട് വിയർ ഡിറ്റക്ഷൻ, അത് വേണമെന്നുള്ളവർക്ക് ഒരു നഷ്ടമാണ്. അല്ലാതെ തന്നെ പക്ഷേ നമുക്കത് വലിയ ഇഷ്ടമില്ലാതുകൊണ്ട് നമുക്ക് പ്രശ്നം തോന്നുന്നില്ല. പിന്നെ വരുന്ന ഫീച്ചർ ഇല്ല എന്ന് പറയുന്നത് ഈ AI നോയ്സ് ക്യാൻസലേഷൻ ഓഫ് ചെയ്യാനോ ഓൺ ചെയ്യാനോ ഒന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. മറ്റേതിലൊക്കെ അതുണ്ടായിരുന്നു. AI മോഡ്, കുറച്ച് മോഡ്സ് ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് തന്നെ. AI നോയ്സ് ക്യാൻസലേഷൻ എന്ന് പറയുമ്പോൾ 4 മൈക്കാണ് യൂസ് ചെയ്തേക്കുന്നത്. നോയ്സ് ക്യാൻസലേഷൻ നല്ല പക്ക നോയ്സ് ക്യാൻസലേഷൻ തന്നെയാണ്. പക്ഷേ അത് അതിനൂടെ തോന്നണം. ചില സമയത്ത് നമ്മളൊന്ന് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും നോയ്സ് ക്യാൻസലേഷൻ ആക്റ്റീവ് ആവുന്നില്ല. ചിലപ്പോൾ കോൾ തന്നെ പോകുന്നുണ്ട്. പക്ഷെ അത് ഒരു തവണ കൊണ്ട് നമ്മൾ തമ്മിൽ സംസാരിച്ചപ്പോഴേ സംഭവിച്ചോളൂ. ബട്ട് അത് സംഭവിക്കുന്നുണ്ട്, വരുന്നുണ്ട്. ഒരു തവണ അല്ല, 1-2 തവണ സംഭവിച്ചു. ഞാൻ വേറെ ആയിട്ട് സംസാരിച്ചപ്പോൾ സംഭവിച്ചു.
അങ്ങനെ. പക്ഷെ അത് ഭയങ്കര ഒരു പ്രശ്നമായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് എടുത്ത് തിരിച്ചു വെച്ചിട്ട് ഒന്ന് എടുക്കുമ്പോഴത്തേക്കും ഓക്കെ ആവും വീണ്ടും. അപ്പോൾ കോളൊന്നും കട്ടാവത്തൊന്നുമില്ല, വേറെ പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് തിരിച്ചു വെച്ചിട്ട് എടുക്കേണ്ടി വരും. പിന്നെ ഇതിൽ ഇരിക്കുന്നത് പക്ക നമുക്ക് വൺ ഹാൻഡ് യൂസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. തുറക്കാനും അടയ്ക്കാനൊക്കെ ഒറ്റ കൈ കൊണ്ട് തന്നെ തുറക്കാം, നമുക്ക് എടുക്കാനൊക്കെ എളുപ്പമാണ്. ആ കൈ കൊണ്ട് തന്നെ വേണമെങ്കിൽ വെച്ചിട്ട് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് ഒരു ഫ്രീക്വൻറ്റ് പ്രശ്നമൊന്നുമല്ല. എനിക്ക് 2 തവണ സംഭവിച്ചു, ഇവന് 1 തവണ സംഭവിച്ചു. നമ്മൾ ചില സമയത്ത് വയ്ക്കുമ്പോൾ ഇത് ഈ വിങ് മൂവ് ഒക്കെ ആവണമെങ്കിലാണ് പ്രശ്നം വരുന്നത്. ഈ വിങ് നമ്മൾ ചില സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യും ചകലൊക്കെ. അങ്ങനെ വച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ഇരിക്കത്തില്ല. ഇതിൽ ചാർജിങ് ഇൻഡിക്കേഷൻ ഒന്നുമില്ല, ജസ്റ്റ് വയ്ക്കുമ്പോഴത്തേക്കും 1 തവണ ഒന്ന് മിന്നും, അത്രേ ഉള്ളൂ. അത് ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കത്തില്ല. ഇത് കണക്റ്റഡ് ആയിട്ട് തന്നെ കിടക്കും നമ്മുടെ ഫോണിൽ. അതാണ് ഇതിൻ്റെ വേറൊരു ചെറിയ പ്രശ്നം. അത് പക്ഷേ ഒരു വലിയതൊന്നുമല്ല. നമ്മൾ ഈ 3 ആഴ്ചക്കിടയിൽ ഒറ്റ തവണ, എനിക്ക് 2 തവണ സംഭവിച്ചു, അവന് 1 തവണ, അത്രേ ഉള്ളൂ. അത് ഒരു വലിയ പ്രശ്നമൊന്നുമില്ല. അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പെട്ടെന്ന്. ഞാൻ കുറച്ച് കഴിഞ്ഞാണ് അറിഞ്ഞത്. ഞാൻ കിടന്നിട്ടാണ് വെച്ചത്, ഞാൻ പിന്നെ ശ്രദ്ധിച്ചില്ല ഡിസ്കണക്റ്റഡ് ആയിരുന്നു. രാവിലെ എണീച്ചപ്പോഴും കണക്റ്റഡ് ആയി കിടന്നു, അത്രേ ഉള്ളൂ. ഫോണിൽ കണക്ട് ആയി തന്നെ കിടക്കാം, അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ വയ്ക്കുമ്പോൾ ആക്ച്വലി ഇതിൽ ഇൻഡിക്കേഷൻ ഉണ്ട്, പക്ഷേ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ബ്ലിങ്കിങ്, അത്രേ ഉള്ളൂ. പിന്നെ ഉള്ളൊരിതെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം എടുത്തിട്ട് ടച്ചാണിത്, നമ്മൾ എടുത്ത് വെച്ചിട്ട് ടച്ച് ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെയാണ്, ഒരനക്കം ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ സെൻസർ കംപ്ലൈൻ്റ് ആണെന്നോ അല്ലെങ്കിൽ അത്ര പോരാന്നൊക്കെ ചോദിച്ചു. സംഭവം ഇത് താഴെയായിരുന്നു ടച്ച് ചെയ്യാനുള്ളത്. നല്ല താഴോട്ടാണ് ചെയ്യാനുള്ളത്, അത് പക്ഷേ നല്ല ഓപ്ഷനാണ്, കുഴപ്പമില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ വേറൊരു ഫീച്ചർ എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ വരുന്ന ടച്ച് ഫങ്ഷൻസ് 3 നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. സിംഗിൾ ടാപ്പ് ഇല്ല, ഡബിൾ ടാപ്പ്, ട്രിപ്പിൾ ടാപ്പ്, പ്രസ് ആൻഡ് ഹോൾഡ്. ഇത് 3 നമ്മുടെ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്യാം. ഇതിലിപ്പോൾ ബേസിക്കലി വരുന്നത് പോസ്, നെക്സ്റ്റ്, വോളിയം അപ്പ്, ഡൗൺ. ഞങ്ങളതിനെ ഒരെണ്ണം കസ്റ്റമൈസ് ചെയ്ത് വോയിസ് അസിസ്റ്റൻ്റ് ആക്കിയിട്ടുണ്ട്. 2ലും അങ്ങനെ ആക്കാം. നമുക്ക് സെപ്പറേറ്റ് കൺട്രോൾസ് ആണ്. വേണമെങ്കിൽ നമുക്ക് ഇതിൽ 3 വേറെ എന്തെങ്കിലും അതിൽ അങ്ങനെ എങ്ങനെയാണോ ചെയ്യാം, അത് നമുക്ക് ഫുള്ളി കസ്റ്റമൈസബിൾ ആയിട്ടുള്ളതാണ്. പിന്നെ ഇതിൽ വരുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഡുവൽ കണക്ടിവിറ്റി, അതായത് 2 ഡിവൈസ് നമുക്ക് അറ്റ് എ ടൈം കണക്ട് ചെയ്യാം. ഇപ്പോൾ ലാപ്ടോപ്പോ ഫോണിലോ കണക്ട് ചെയ്യാം. ലാപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ഫോണിൽ കോൾ വന്നാൽ ഓട്ടോമാറ്റിക്കലി കോൾ ഓട്ടോമാറ്റിക്കലി ഫോണിലോട്ട് കണക്ട് ആയിക്കോളും. കണക്റ്റ് അല്ല, അയാൾ സ്വിച്ച് ആയിക്കോളും. തിരിച്ച് നമ്മൾ കോൾ കട്ട് ചെയ്തിട്ട് തിരിച്ച് ലാപ്ടോപ്പ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും തിരിച്ച് അതിലോട്ട് സ്വിച്ച് ആയിക്കോളും. അങ്ങനെ ഒരു ഡുവൽ കണക്ടിവിറ്റി ഓപ്ഷൻ ഉണ്ട്, അതും ഓഫാണ്, നമുക്ക് ഓൺ ആക്കണം. പിന്നെ ഇതിൻ്റെ കണക്ടിവിറ്റി നമുക്ക് ഇടയ്ക്ക് എടുത്തതിന് ശേഷം ഒരു ഫേംവെയർ അപ്ഡേറ്റ് ഉണ്ടായിരുന്നു. അതിന് മുമ്പ് തന്നെ നല്ല ഫാസ്റ്റ് ആയിരുന്നു. നമുക്ക് ഇതിൻ്റെ ഗൂഗിൾ ഫാസ്റ്റ് കണക്ട് അല്ലേ, അത് അവൈലബിൾ ആണ്. നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട, പെയറിങ്ങിങ് തന്നെ എളുപ്പമാണ്. നമ്മൾ അടുത്ത ഡിവൈസ് വയ്ക്കുക, അത് നമ്മൾ ആ കേസ് ഓപ്പണിങ്ങിൽ തന്നെ കാണിച്ചിട്ടുണ്ട്, അൺബോക്സിങ് തന്നെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഇത് നോട്ടിഫിക്കേഷൻ വരും, ഡേറ്റ് പെയർ കിട്ടാമെന്ന് ചോദിക്കും. ജസ്റ്റ് സിംഗിൾ ക്ലിക്കിൽ കണക്റ്റിങ്. പിന്നെ അതിന് ശേഷമുള്ള കണക്റ്റിങ്ങും ഇത് ബ്ലൂടൂത്ത് 5.2 ആണ്. അതുകൊണ്ട് തന്നെ ഫാസ്റ്റാണ്. ഫാസ്റ്റ് എന്ന് പറയുമ്പം നിങ്ങൾ കണ്ടു കാണും, അന്ന് ജസ്റ്റ് ഓപ്പൺ ആക്കി ഉടനെ വരും. മറ്റേത് നമ്മൾ ചെവിയിലോട്ട് ഈ ഒരു ഗ്യാപ്പ് നമ്മൾ കണക്ട് ചെയ്യാൻ മുമ്പ്, ആദ്യം ഫേംവെയർ അപ്ഡേറ്റ് മുമ്പ് എടുത്തുകൊണ്ടിരുന്നത് വെച്ചാൽ നമ്മൾ ചെവിയിൽ വയ്ക്കുമ്പം കണക്റ്റിംഗ് സൗണ്ട് നമ്മൾ കേൾക്കുമായിരുന്നു. അതായത് കണക്റ്റഡ് എന്നുള്ള സൗണ്ട് നമുക്കിതിൽ ഒരു ഇൻഡിക്കേഷൻ ഉണ്ട്, അത് കേൾക്കുമായിരുന്നു. ഇപ്പോഴുള്ളതെന്ന് വെച്ചാൽ നമുക്ക് വയ്ക്കുമ്പം തന്നെ ഇതിന് എടുത്ത് ചെവിക്കകത്ത് കൊണ്ടുപോകുന്ന ടൈമിനുള്ളിൽ തന്നെ അത് കണക്റ്റ് ആവും. ചിലപ്പോൾ നമ്മൾ വയ്ക്കുമ്പോൾ മാത്രമേ അത് കിട്ടുള്ളൂ. അത്രയും ക്വിക്കായിട്ട് ഇത് കണക്റ്റ് ആവുന്നുണ്ട് ഇപ്പോൾ ആ ഒരു അപ്ഡേറ്റിനോട് ശേഷം. അപ്പോൾ ഒരു 2 ആഴ്ചക്കകത്ത് തന്നെ അപ്ഡേറ്റ് തന്നു. എനിക്ക് തോന്നുന്നു പ്രോപ്പർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊണ്ട് കാണും. ആ സമയത്ത് വേറെ വിസിബിൾ ആയിട്ടുള്ള ബഗ്ഗുകളൊന്നും ഇല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു അതിനുശേഷം നോയ്സ് ക്യാൻസലേഷനും കുറച്ച് ഓക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ. പക്ഷേ ബഗ് ഉണ്ട്, അതിനുശേഷം സംഭവിച്ചു. അതിനുശേഷം ആ നോയ്സ് ക്യാൻസലേഷൻ്റെ പ്രശ്നവും കുറച്ച് സോൾവ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഫുള്ളി സോൾവ് അല്ല, എനിക്ക് തോന്നുന്നു അവർ ഉടനെ അതും ചെയ്യുമായിരിക്കണം. പിന്നെ നോയ്സ് ക്യാൻസലേഷൻ വെച്ചാൽ നമ്മൾ നല്ല രീതിയിൽ യാത്ര ചെയ്യുമ്പോഴാണ് സംസാരിക്കണമെങ്കിലും നല്ല കഴിവുണ്ടെങ്കിലും ഒരു രക്ഷയില്ലാതെ നല്ലോണം കാണിക്കത്തില്ല. പക്ഷെ അത് ചില സമയത്ത് പ്രശ്നങ്ങൾ വന്നിട്ടും ഉണ്ട്. 1-2 തവണ വോയിസ് ബ്രേക്കിംഗ് പോലെയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അത് നമുക്കറിയത്തില്ല, അവരാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും രണ്ടുപേരും യൂസ് ചെയ്യണ ഇതായതുകൊണ്ട് വച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഒരുപാട് ഉറക്കെ സംസാരിക്കാതെ നല്ലോണം കിട്ടിയിട്ടുണ്ട്. പക്ഷേ 1-2 പേര് അല്ലാതെ പറഞ്ഞിട്ടുണ്ട് അത്. പക്ഷെ അത് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. അതും ഇതിൻ്റെ റേഞ്ച് അറിയാമല്ലോ, 2000-നകത്ത് വരുന്നത്. ഇപ്പോൾ കാണിക്കുന്ന റേറ്റ് നമ്മൾ വാങ്ങിയത് 1799 ആണ് ഗ്രേറ്റ് ഇന്ത്യൻ സെയിലിൻ്റെ റേറ്റിന്. പക്ഷേ നമ്മളന്ന് ഷോപ്പിൽ പോയി ചോദിച്ചപ്പോഴേക്കും ആൾമോസ്റ്റ് 4000 വരുമെന്നാണ് പറഞ്ഞത് അവർ.
അവർക്ക് അന്ന് വൈകിട്ട് സ്റ്റോക്ക് വരും, 4000 അടുപ്പിച്ച് വരുമെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് അത്രയും വരുമോ എന്ന് സംശയമാണ്. ലോഞ്ചിങ് ടൈമിലും ഞാൻ നോക്കിയപ്പം ആമസോണിലും കിടന്ന പ്രൈസ് 4000 ആയിരുന്നു. ഓഫർ പ്രൈസ് ആയിട്ട് 2500 അവൈലബിൾ ആണെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം കൊടുത്തിരുന്നത് MRP എന്തായാലും 4000 ആണെന്ന് തോന്നുന്നു അല്ലേ? 4000 MRP 499 5000 ആണ് MRP കിടക്കുന്നത്. പക്ഷെ അത്രയും ആവത്തില്ല എന്തായാലും എന്ന് തോന്നുന്നു. പക്ഷേ 2500 മുകളിൽ ഒരു ഹെഡ്സെറ്റ് വർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നും ഇല്ല യഥാർത്ഥേ. ബാക്കിയുള്ള വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടാത്തത് മറ്റേ ഇൻഹിയർ ഡിറ്റക്ഷൻ. അത് പക്ഷേ ഞങ്ങൾക്കൊരു പ്രശ്നമായിട്ട് തോന്നിയതേ ഇല്ല. അതിൻ്റെ ആവശ്യം വലിയ പ്രശ്നമായിട്ട് വന്നില്ല. പക്ഷേ ചിലർക്ക് അത് വേണം, എടുക്കുമ്പോൾ തന്നെ കോൾ അറ്റൻഡ് ചെയ്യുക, പോസ് പ്ലേ, ആ ഒരു ഫങ്ഷൻസ്. ഞങ്ങളെടുത്ത റേറ്റിന് ഞങ്ങൾക്കത് വർത്താണ്. 2500 വർത്താണല്ലേ? കാരണം എൻ്റെ വോളിയം ക്വാളിറ്റി അതുകൊണ്ട് പറയാനുണ്ട്. വോളിയം ആപ്പിനകത്ത് വോളിയം എൻഹാൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. നമ്മൾ രണ്ടുപേരും അത് ഓഫാണ്, രണ്ടും ഓഫാണ്. പിന്നെ ഗെയിമിംഗ് മോഡുണ്ട്. ഗെയിമിംഗ് മോഡ് നമുക്ക് 60 ms ആണ് ലാറ്റൻസി എന്ന് തോന്നുന്നു. ഗെയിമിംഗ് മോഡ് ഓൺ ആക്കുമ്പോൾ PUBG അല്ലാതെ ബാക്കിയുള്ള ഗെയിംസ് കളിച്ചായിരുന്നു, അപ്പോൾ എനിക്ക് ലാറ്റൻസി ഫീൽ ചെയ്തില്ല. ഞാൻ പിന്നെ അതിനുശേഷം ഗെയിമിംഗ് നോർമൽ ഗെയിംസ് കളിച്ചപ്പോഴത്തേക്കും എനിക്ക് ലാറ്റൻസി ഫീൽ ചെയ്തില്ല. PUBG കളിച്ച് നോക്കിയില്ലല്ലേ? PUBG ഇല്ലല്ലോ ഇപ്പോൾ. PUBG ഇപ്പോൾ ഇല്ലാത്തത് കാരണം കളിക്കാൻ പറ്റില്ല. മുമ്പ് ടെസ്റ്റ് ചെയ്തില്ല. അപ്പോൾ ഇപ്പം വേറെന്താ, ലാറ്റൻസി നമ്മൾ ഗെയിമിംഗ് മോഡ് ഓഫ് ആക്കിയിട്ടേക്കാണ്. പിന്നെ എന്താണ്, ഹൈ ക്വാളിറ്റി ട്രാൻസ്ഫർ എല്ലാം ഉണ്ട്, AC അതെല്ലാം സാധനങ്ങളും ഉണ്ട്. വർത്താണ് സാധനം അല്ലേ? നമ്മൾ എടുത്ത പ്രൈസിന് എന്തായാലും നല്ല വർത്താണ്. 2500 പക്ഷെ 4000 രൂപയ്ക്ക് എടുക്കുന്നത് ഒന്ന് ചിന്തിക്കുക, വേറൊന്നുമായിട്ട് കമ്പയർ ചെയ്യേണ്ടിയിരിക്കുന്നു. ഇപ്പോഴും ഗ്രേറ്റ് ഇന്ത്യൻ സെയിൽ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പ്രൈസ് വേരി ചെയ്ത് വന്നോണ്ടിരിക്കുക. ഇതുവരെ എന്താ 2500 മേളിൽ പോയില്ല. ഇടയ്ക്ക് 1999 ഉണ്ടായിരുന്നു. 2500 ആണ് ഇപ്പോൾ അല്ലേ? 2499 ആണ് കിടക്കുന്നത്. അപ്പോൾ അതിനാണെങ്കിൽ ഓടിപ്പോയി വാങ്ങിച്ചോ, ഒന്നും നോക്കണ്ട, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ റിയൽമിയുടെ സർവീസ് എന്ന് പറയുമ്പോഴത്തേക്കും അനിയൻ യൂസ് ചെയ്തുകൊണ്ട് അവന് ചെറിയൊരു ബഗ് വന്നായിരുന്നു, എന്തോ ഡിലേ എന്തോ വന്നപ്പോഴത്തേക്കും ഒരെണ്ണം കണക്ട് ചെയ്യാൻ, ഒരു സൈഡ് കണക്ട് ചെയ്യാനായിട്ട് എന്തോ ഡിലേ വരുമായിരുന്നു. സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി അവർ പുതിയ സാധനം അപ്പോഴേ കൊടുത്തു. അതുകൊണ്ട് സർവീസും ബെറ്റർ ആണെന്ന് തോന്നുന്നു. ഒരു വേറെ ഒന്നും വേറെ വിശ്വാസമൊന്നുമില്ല, അപ്പോൾ തന്നെ കൊടുത്തു. തിരുവനന്തപുരത്ത് 2 സ്ഥലത്തങ്ങോട്ടുണ്ട്. ഒന്ന് നമ്മുടെ മ്യൂസിയത്തിൻ്റെ അടുത്ത്, മറ്റത് പട്ടത്താണെന്ന് തോന്നുന്നു. പട്ടത്ത് എവിടെയാണ് കറക്റ്റ് അറിയത്തില്ല. മ്യൂസിയത്തിൽ എന്തായാലും ഉണ്ട്. അപ്പോൾ സർവീസും കാര്യങ്ങളും എല്ലാം ഓക്കെയാണ്. പിന്നെ പിന്നെ ഇതിൻ്റെ ഫങ്ഷൻസ് കസ്റ്റമൈസും കാര്യങ്ങളും ചെയ്യണമെങ്കിൽ എൻ്റെ അവർ ആപ്പ് ഉപയോഗിക്കണം, എങ്കിലേ നടക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഫങ്ഷൻസ് ഒന്നും വേറെ ചെയ്തില്ല. ഇതൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. അപ്പോൾ വാങ്ങണമെങ്കിൽ ഇപ്പോൾ പോയി വാങ്ങിച്ചോ പെട്ടെന്ന്. 4000 രൂപ ആയിട്ട് പിന്നെ ആരും വാങ്ങിക്കാൻ നിൽക്കണ്ട. വാങ്ങിച്ചാലും കുഴപ്പമില്ല. പിന്നെ പറ്റുമെങ്കിൽ ഞങ്ങൾ യൂസ് ചെയ്യുന്ന EQ കൂടെ കാണിച്ചു തരും. കാരണം ആ EQ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തരുടെ പ്രിഫറൻസ് ചെയ്യാൻ അറിയാവുന്നവർ സ്വന്തമായിട്ട് ചെയ്തോളൂ. ഞങ്ങളിത് ഞങ്ങളും ഇത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു യൂട്യൂബർ ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയുടെ ഒരു കസ്റ്റമൈസ്ഡ് EQ കൂടെ നമ്മൾ റെഫർ ചെയ്തിട്ട്, അപ്പം എന്നിട്ട് പുള്ളിയുടെ ഇട്ടിട്ട് ഞങ്ങളെ രീതിയിൽ ട്യൂൺ കൂടെ ചെയ്തു. അപ്പോൾ അതാണെങ്കിൽ ട്യൂൺ ചെയ്ത് എടുക്കുന്നവരെ ചെയ്തോ, ഇല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന EQ ഒന്ന് ചെയ്ത് നോക്കുക, താല്പര്യമുള്ളവരെ ചെയ്ത് നോക്കുക. കാരണം പക്ഷേ എൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ എല്ലാവരും അത് യൂസ് ചെയ്യത്തില്ല. എല്ലാവർക്കും അങ്ങ് പോയാൽ ആ മെനക്കെട്ട് കസ്റ്റമൈസ് EQ ഒന്നും നോർമലി യൂസ് ചെയ്യത്തില്ല. അതാണ് വേറെ വിഷയം. കാരണം ഇവർ നല്ലൊരു ഡ്രൈവറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ക നല്ല അത്യാവശ്യം ക്വാളിറ്റിയുള്ള, ഈ റേറ്റിന് നല്ല അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഡ്രൈവറാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവർ ട്യൂൺ ചെയ്തിട്ടില്ല. അത് എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയത്തില്ല. ഇത്രയും ഡ്രൈവർ കൊടുത്തിട്ട് അവർ ട്യൂൺ ചെയ്യാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയത്തില്ല. അപ്പോൾ ലുക്ക് കാര്യങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. ഇതിൻ്റെ ബ്ലാക്ക് അവൈലബിൾ ആണ്. പക്ഷേ ബ്ലാക്കിൽ ഈ ഒരു സിൽവർ ഇത് വരത്തില്ല. ഇതാകുമ്പോൾ ഡുവൽ ടോൺ, ഡുവൽ കളർ ഫീല് കിട്ടും. അതുകൊണ്ടാണ് ഇത് തന്നെ എടുത്തത്. അപ്പോൾ എന്താ, എൻ്റെ ലുക്കും കുറച്ച് ക്ലോസ് ഷോട്ട്സും കൂടെ കാണിച്ചു തരാം. നിങ്ങൾ കാണിച്ചിട്ട് വാങ്ങിച്ചോളുക. വേണമെന്നുള്ളത് വാങ്ങിക്കുക. ഓക്കെ. അപ്പോൾ
നെസ്റ്റ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തതിൽ വരാം. ഉടനെ നമുക്ക് മാക്സിമം കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്, നമ്മൾ പെട്ടെന്ന് ഇടാൻ ശ്രമിക്കാം. ഇത് ആദ്യം ഇട്ടേക്കാം, കാരണം ഇത് ഗേറ്റിൻ്റെ ചെയ്ത് നടക്കുന്നുണ്ട്. അപ്പോൾ വാങ്ങിക്കുന്നുള്ളവരോട് പോയി വാങ്ങിച്ചു. അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നമ്മൾ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം. ഇതിൻ്റെ സ്റ്റുഡിയോ ടൂറും എല്ലാം ആയിട്ട് വരാം. സ്റ്റുഡിയോ ടൂറൊക്കെ എടുത്ത് വച്ചിട്ടുണ്ട്, ഇടാം. എല്ലാത്തിൻ്റെ റിവ്യൂ കാര്യങ്ങൾ ഇടാം. പിന്നെ എന്തെങ്കിലും നമ്മളിത് നോർമലി ക്യാഷ്വൽ ചെയ്ത ടെക്ക് റിവ്യൂ ഈ ചാനലിൽ തന്നെ ഇട്ടിരുന്ന രീതിയിലല്ല ഇട്ടേക്കുന്നത്, ജസ്റ്റ് ടോക്ക് കണക്കാണ് ഇട്ടേക്കുന്നത്. കാരണം ഒരുപാട് ടെക്ക് പറയുന്ന ഒരുപാട് ചാനലുണ്ട്. അപ്പോൾ യൂസ് ചെയ്ത ഒരു എക്സ്പീരിയൻസ് കിട്ടും. അതുകൊണ്ടാണ് 3 weeks തന്നെ എടുത്തത്. ഞങ്ങൾ 2 weeks അല്ലെങ്കിൽ 1 week യൂസ് ചെയ്തിട്ടാന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് കുറച്ച് ബിസിയായി, കാരണം ആ സമയത്ത് നല്ലോണം യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ യൂസ് ചെയ്തിട്ട് അതിൻ്റെ പെർഫോമൻസ് തന്നെ ഇടാന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്തത്. അപ്പോൾ ഒരു യൂസർ എക്സ്പീരിയൻസ് റിവ്യൂ കിട്ടിയെന്ന് വിചാരിക്കുന്നു അല്ലേ? ഇപ്പോൾ കിട്ടിയെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും കൂടുതൽ പറയണമെങ്കിലും എല്ലാം കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ തരാ.